ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചാകാനാണ് വിധിയെങ്കിൽ രണ്ടും ചത്തു പോട്ടെ. അമ്മയും മകളും ഒരുമിച്ചൊടുങ്ങിയ അവര് സ്വർഗത്തിൽ പോയി ജീവിച്ചോളും. ഭൂമിയിലെ സ്വർഗം നമുക്കും കിട്ടും. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ഏത് നിമിഷവും അമ്മയും മകളും ഒന്നിക്കാമെന്നുള്ളതാ. എന്റെ ഏറ്റവും വലിയ ഭയം അത് തന്നെയാ. മാഡം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, രാധിക ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. അവൾ ഇല്ലാതായാലോ? യു മീൻ? വഴികൾ ഉണ്ടാക്കേണ്ടി വരുമ്പോ ചിലതൊക്കെ വെട്ടിക്കളയണ്ടേ? പറയൂ മാഡം, രാധിക മരിച്ചാൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? എന്നെ സംബന്ധിച്ച് നിയമപരമായ ഒരു ചോദ്യമാ നിങ്ങൾ എന്നോട് ചോദിച്ചത്. മുൻപാണെങ്കിൽ ആരും അറിയാത്ത ഒരിടത്ത് ആ കുട്ടിയുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ശ്യാമ പണ്ട് ഒപ്പിട്ട് തന്ന പവർ ഓഫ് അറ്റോർണി കൊണ്ട് ഐശ്വര്യക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നു. ഇപ്പോ ശ്യാമയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ സംഭവിക്കുന്നത് ഒരു അനാഥ കുട്ടിക്കല്ല, ശ്യാമയുടെ മകൾക്കാ. ഞാൻ പറയുന്നത് ഐശ്വര്യക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ച അവിടെ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ശ്യാമയ്ക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോകാം, അല്ലെങ്കിൽ താൻ ഒരുപാട് സ്നേഹിച്ച തന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കണ്ണായ സ്വത്തുക്കളൊക്കെ വിനിയോഗിക്കാം. ചാൻസസ് ആണ്. മാഡം, എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരുമോ? രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതോ സംഭവിക്കാതിരിക്കുന്നതോ ദാറ്റ്സ് അപ്പോൺ യു. അതിനു മുൻപ് ഐശ്വര്യ ആവശ്യപ്പെടുന്ന മുദ്രപത്രങ്ങളിൽ രാധിക ഒപ്പിട്ടിരിക്കണം. അവകാശങ്ങൾ ഐശ്വര്യക്ക് കൈമാറിയിരിക്കണം. അതാണ് ശേഷിക്കുന്ന ഒരേ ഒരു വഴി. യു ഗോട്ട് ഇറ്റ്? ഓക്കെ മാഡം, എനിക്ക് മനസ്സിലായി. ഇനി വേണ്ടത് ഞാൻ ചെയ്തോളാം. എനിക്ക് ചാകാൻ പറ്റില്ലെന്നേ ഉള്ളൂ, കൊല്ലാൻ പറ്റും. എന്റെ ജീവിതത്തിലെ എന്തോരം സന്തോഷമുള്ള ദിവസമാണെന്നറിയോ? അറിയാം. മോള് നന്നായിട്ട് പാടിയെന്ന് എല്ലാവരും പറഞ്ഞു. പാട്ടിന്റെ അല്ല, ഞാൻ ശ്യാമ മാഡത്തിനോട് സംസാരിച്ചില്ലേ, ശ്യാമ മാഡം എന്നോട് മിണ്ടിയില്ലേ, അതിന്റെ സന്തോഷ. എന്തെങ്കിലും എനിക്ക് മാഡത്തിനൊന്ന് നേരിൽ കാണാൻ പറ്റുമോ? ഒന്ന് അടുത്ത് നിൽക്കാൻ പറ്റുമോ? ആ സ്ത്രീ എന്റെ ആരും അല്ലായിരിക്കും, പക്ഷെ അവരെന്നെ കൊണ്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജന്മത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കില്ലേ? ഇതിനൊക്കെ എല്ലാത്തിനും കാരണം എന്നെ പ്രസവിച്ച ആ സ്ത്രീയാ. എന്നെ വലിച്ചെറിഞ്ഞ ആ സ്ത്രീ മാത്രം. അതുകൊണ്ടല്ലേ ഞാൻ അനാഥയായിട്ട് വളർന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത്. എന്നെങ്കിലും ആ അമ്മ എന്റെ കൺമുന്നിൽ വന്ന് നിന്ന, എന്റെ ഭഗവാൻ അവരെ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ. ഒരുപാട് ചോദിക്കാനുണ്ട് എനിക്ക്. വലിച്ചെറിഞ്ഞവർക്ക് വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ വലിച്ചെറിയപ്പെട്ടവർക്ക് അനുഭവിച്ചതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. ഐശ്വര്യമേഡം എന്നാ വിദേശത്തേക്ക് പോകുന്നേ? ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, പോവെന്ന് പറഞ്ഞു. എല്ലാം മതിയാക്കി പോവാണോ മേഡം? ഇനിയിപ്പോ അങ്ങനെ ഒരു സാഹചര്യമല്ലേ മുമ്പിലുള്ളത്. ഇനി ഒരിക്കൽ കൂടി രാധികയെ കൊണ്ട് പ്രമാണത്തെ ഒപ്പിടിക്കാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതിന് ശ്രമിച്ച മാഡത്തിന്റെ കള്ളക്കഥകൾ ശ്യാമ മാഡം പിടിക്കുകയും ചെയ്യും.
ആ നിമിഷം പുറത്താവുന്നതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടോ? വലിയ വലിയ പ്രതീക്ഷകളായിരുന്നു ഐശ്വര്യ മേഡത്തിന്. കൂടെ നിന്ന് നമ്മളും കുറെയൊക്കെ പ്രതീക്ഷിച്ചു. എന്നിട്ട് മാലിനി, ഞാൻ ഈ യാത്ര തീരുമാനിച്ചത് എല്ലാം തോറ്റു മതിയാക്കിയിട്ടോ തോറ്റൊന്ന് ഉറപ്പായിട്ടോ അല്ല. പെട്ടെന്നൊന്ന് പോയി വരണോന്ന് തോന്നി. ഞങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു. നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല. എത്ര അലങ്കരിച്ച് പറഞ്ഞാലും തോൽവി തോൽവി തന്നെയാണല്ലോ. രാധികയുടെ മുന്നിൽ ഇനി അമ്മവേഷം കളിക്കാനോ അതുവഴി അവളിൽ നിന്ന് എന്തെങ്കിലും എഴുതി വാങ്ങാനോ എനിക്കിനി പറ്റില്ല. അപ്പൊ പിന്നെ ശേഷിക്കുന്ന വഴി എന്താ? ഒരു മാർഗമുണ്ട് മാഡം, പക്ഷേ അതല്പം ക്രൂരമാ. എന്താ? രാധികയിൽ നിന്നും ബലമായ അവകാശങ്ങൾ എഴുതി വാങ്ങുക, എന്നിട്ടത് മറ്റാരോടും പറയാതിരിക്കാൻ അവളെ ഇല്ലാതാക്കുക. അങ്ങനെ ഒരു കടുത്ത കൈ വേണോ? സോണിയയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്നുമില്ല. സോണിയ, മാലിനി പറഞ്ഞത് തന്നെയാണ് മാർഗം. ഞാൻ ഇത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നതും അതുതന്നെയാ. കടുങ്കൈ എങ്കിൽ കടുങ്കൈ. രാധികയെ ഇനി നമ്മളെ സമീപിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. തൽക്കാലം നമുക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റില്ല. അവളെ തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാനുള്ള ആളുകളെ നമുക്ക് വാടകയ്ക്കെടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല. അത്തരക്കാര് ഈ സിറ്റിയിൽ ഇഷ്ടം പോലെയുണ്ട്. അവരിൽ ആരെയെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കൃത്യം നടത്തണം. തടസ്സം മകളാണെങ്കിൽ മകൾ, അമ്മയാണെങ്കിൽ അമ്മ. ചാകാനാണ് വിധിയെങ്കിൽ രണ്ടും ചത്തുപോട്ടെ. അമ്മയും മകളും ഒരുമിച്ചൊടുങ്ങിയ അവര് സ്വർഗത്തിൽ പോയി ജീവിച്ചോളും. ഭൂമിയിലെ സ്വർഗം നമുക്കും കിട്ടും. എന്ന് വേണം എങ്ങനെ വേണമെന്നൊക്കെ പിന്നെ ഞാൻ പറയാം. അവളെ നമ്മുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിരിക്കും. നമ്മൾ പറയുന്നത് അനുസരിപ്പിക്കുകയും ചെയ്യും. ഇത് ഐശ്വര്യയുടെ തീരുമാനം.